ബാക്ക് ടു മൈ ന്യൂ വീഡിയോസ്. നമ്മൾ വീണ്ടും ഇന്ത്യൻ ബൈക്ക് ഗെയിം ആയിട്ടോ വന്നേ. ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ സൗണ്ടിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു കാറ് റോബ് ചെയ്യും. ന്യൂസിൽ ഞാൻ കണ്ടതാണ്, പോലീസുകാർ പുതിയൊരു താറ് കൊണ്ട് നിൽക്കുന്നത്, എന്തോ വിചിത്രമായ താറ്. അപ്പം അത് നമുക്കൊന്ന് പോയി കാണണം, ആൻഡ് നമുക്കൊന്ന് മോഷ്ടിക്കണം. നമ്മൾ പയ്യനെ നമ്മളെ ഫ്രണ്ടിനെ വിളിച്ചിട്ടൊക്കെ സെറ്റാക്കിക്കണ്, ഓന് ഇതാക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കണ്, വാങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് അവിടെ എത്തിക്കണം. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നതിന് മുന്നേ ലൈക്ക് അടിക്കാത്തവരുണ്ട് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം സപ്പോർട്ട് തരാം കേട്ടോ, എല്ലാവരും മാക്സിമം സപ്പോർട്ട് തരാം. നമുക്ക് ആ വണ്ടി ഒന്ന് ജസ്റ്റ് പോയി കാണാം. ഞാനങ്ങനെ കണ്ടിട്ടൊന്നുമില്ല, ന്യൂസിൽ കേട്ടു അത്ര തന്നെ. അപ്പം തന്നെ ഞാൻ ഫ്രണ്ടിനെ വിളിച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ എന്തോ റെയിൻബോ കളറുള്ള വണ്ടിയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് പോലീസ് സ്റ്റേഷൻ എടുത്തതിനെ കൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പോയേക്കാം. ഓക്കെ, നമ്മൾ ഇത് കുറച്ച് ടഫാവാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ ഇതിൻ്റെ മുന്നേ 2 വണ്ടികൾ മോഷ്ടിച്ച. ഓക്കെ, 2 വണ്ടി, ഒന്നല്ല 2 വണ്ടി മോഷ്ടിച്ച. ഏതൊരു ബൈക്കും പിന്നെ ഒരു ലംബോർഗിൻ്റെ ആണ് തോന്നുന്നത്, ലംബോർഗിൻ്റെ ഷാഡോ ആയിട്ട് പോലീസുകാർക്ക് CID കാറെന്ന് പറഞ്ഞിട്ട് കിട്ടിയിരുന്നു. ഓക്കെ, ആ വണ്ടിയാണ് മോഷ്ടിച്ചത്. ഇപ്പം നമ്മൾ മോഷ്ടിക്കാൻ പോകുന്നത് വേറൊരു തരം വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ല ടഫ് ആയിരിക്കും, കാരണം ഞാൻ 2 വട്ടം മോഷ്ടിച്ചത് കാരണം അവൾക്ക് മനസ്സിലായി ഉണ്ടാവും എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ സൗണ്ടിന് ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് ആ വണ്ടി ജസ്റ്റ് ഒന്ന് കാണാം. നമുക്ക് വണ്ടി പറഞ്ഞ് ഒളിഞ്ഞു നോക്കാം. അതാ അതറാ വണ്ടി, അതാ എൻ്റെ മോനെ, ആ തിളങ്ങണ് കേസ്, ആ കളറ് മാറിക്കൊണ്ടേ നിൽക്കണേ. അത് താറ് കേസ്, ഓഫ് റോഡിൻ്റെ ഇത്. നമുക്കൊരു താറ് വാങ്ങണം കേസ്. ഈ വീഡിയോക്ക് 15 ലൈക്ക് ഇട്ടാണ് നമുക്ക് താറ് വാങ്ങാം. ഓക്കെ ഗൈസ്, അതൊക്കെയാ തിളങ്ങുന്നുണ്ട്. ഓക്കെ, വണ്ടി സെറ്റാണ് കേസ്, വണ്ടിക്ക് അത്യാവശ്യം പൈസ ഒക്കെ കിട്ടും. താറതിനെ കൊണ്ടാണ്. പിന്നെ വണ്ടിനാണെങ്കിൽ ഡബിൾ കിട്ടുകയും, പക്ഷെ താറതിനെ കൊണ്ട് പതിയിട്ടുള്ളൂ. അതില്ല സീനില്ല ഗൈസ്, കിട്ടണേ കിട്ടിക്കോട്ടെ. നമുക്ക് ചെറുതായിട്ടൊന്ന് മോഷ്ടിക്കാം. നമ്മൾ അതാണിപ്പോൾ ഏകദേശം റിപ്പയർ ചെയ്യുന്ന ആളെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ടത്. നമ്മളെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവിടെ വണ്ടി ചെക്ക് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറും. എന്നിട്ട് കയറിയിട്ട് പോലീസുകാരോട് ചോദിക്കുമോ വണ്ടിയിൽ എന്തോ പ്രോബ്ലം ഉണ്ട്, ഉള്ളിൽ കയറി ചെക്ക് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഉള്ളിൽ കയറി കണ്ട് നമ്മൾ നല്ല സ്കൂട്ടാവും. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത്. നടക്കോ ഇല്ലയെന്നൊന്നും അറിയില്ല, കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന രീതിയിലാണ് പോകണം. കാരണം അവിടെ കണ്ടില്ലേ പോലീസുകാർ, 2 പോലീസുകാരെൻ്റെ മുന്നിൽ അത് തോക്ക് പിടിച്ച് നിൽക്കുന്ന ആളാണ്. നമുക്ക് പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ എന്ത് പോലീസ് സ്റ്റേഷൻ എത്തട്ടെ. പോലീസ് സ്റ്റേഷൻ ഗൈസ്, നമ്മൾ പോലീസ് സ്റ്റേഷനിലെത്തിയതാ. നമ്മൾ കാറിൻ്റെ മുന്നിൽ ഏതാണ് ഗൈസ് താറ്. നമുക്കിന്ന് പോലീസ് സ്റ്റേഷനിൽ ചോദിക്കാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാനാണെന്നൊക്കെ പറയാം. സാറേ അല്ല സാറേ, ഈ വണ്ടിക്ക് റിപ്പയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ നോക്കിക്കോട്ടെ സാറേ. അതിനെന്തോടോ പോയി നോക്കിക്കോ, കുഴപ്പമില്ല. ഓക്കെ സാറിൻ്റെ അനുവാദമൊക്കെ വാങ്ങിയിട്ടുണ്ട്. സാർ മണ്ടനാണ്, നല്ല പറ്റിക്കാം. ഓക്കെ, ഇതാ നമുക്കിവിടെ നോക്കണ കാര്യമില്ല, അഭിനയിക്കാം. 2 വട്ടം ഒന്ന് കറങ്ങാം. ഓക്കെ, ഇങ്ങനെയൊക്കെ കറങ്ങട്ടോ. മതി. ഇനി നമുക്ക് അവിടെ പോയി ചോദിക്കാം. ഇത് പുറത്തല്ല, ഉള്ളിലെ പ്രശ്നം. ഹലോ സാറേ. എന്തോടോ? അത് പ്രശ്നം
അകത്താണ് അകത്താണ്. അതുകൊണ്ട് ആ ചാവി എന്നുണ്ടെങ്കിൽ ഞാൻ അകത്ത് കയറി സെറ്റാക്കിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവായിരുന്നു. സാറേ ഒരു അവിടേക്ക് കയറി ചോദിക്കണോ? ഓക്കെ, അവിടെ കയറി ചോദിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാറേ സാറ് പറഞ്ഞതാ, ആ വണ്ടീൻ്റെ താക്കോല് വാങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ റിപ്പയർ ചെയ്യാൻ വേണ്ടി വന്നതാ. അതിൻ്റെ ഉള്ളിലൊരു പ്രശ്നം കാണുന്നുണ്ട്. അപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി താക്കോല് വേണം. ഉള്ളിലാണ് പ്രശ്നം. ഓക്കെ, ഇതറോ താക്കോല് ഇതാ കിട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് താക്കോലും കാലും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് മുങ്ങാം. ഓക്കെ, നൈസായിട്ട് മുങ്ങാം. ആദ്യം നമുക്ക് മുതൽ സാധനം ഗൈസ്. അവിടെ ഉള്ളിൽ തന്നെ അത് കത്ത് നോക്കിയാ നല്ല നീലും വെള്ളയും പച്ച എല്ലാം ഉണ്ട്. ഇതാ വിട്ടാലോ സാറേ? ബൈ ബൈ. നിക്കണോടെ അങ്ങനെ പറഞ്ഞു കിട്ടിയിരുന്നോ? നൈസായിട്ട് വിട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ആ ഫ്രണ്ടിൻ്റെ വീട് വരെ എത്തണം. അവിടെ സീഡി. അയ്യോ, വണ്ടി ഇടിക്കരുത്, പുതിയ വണ്ടിയാ. ഓക്കെ ഗൈസ്, നമുക്ക് 1 സ്റ്റാർ വീടേക്കുന്നു. ഓക്കെ, ഇത് കിടില ചേസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് പോലീസുകാർ നമ്മളായിരിക്കും ചേസ് ചെയ്യാം. അതാണ് വീട്. ഈ ഫ്രണ്ടിൻ്റെ വീടിലെത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഈ പോലീസുകാർ ഫ്രണ്ടിൻ്റെ വീടിലെത്തിയിട്ട് കാര്യമില്ല. കാരണം ഫ്രണ്ടിനടക്കം മുക്കും. നമുക്ക് അവൻ നല്ലവനാ. കാരണം ഗൈസ്, വണ്ടി വെക്കുന്നേ. ഓക്കെ, നമുക്ക് സെറ്റ് ചെയ്യാം. എന്തെങ്കിലും കാട്ടാം. പോലീസുകാർ നമുക്ക് അവനമ്പാടി കൊടുക്കണ്ട ഈശ. കാരണം അവൻ എന്നെ നല്ല പരിചയമുള്ള അവനെന്തിനാ കൊടുക്കുന്നത്? 3-4-5 പോലീസുകാരൊക്കെ. എത്ര വണ്ടിയാ ഇതിപ്പോ? നല്ല പണിയാ. നമുക്ക് ആ ബീച്ച് സൈഡ് പോകേണ്ടി വരും. നമുക്ക് ആ ബീച്ച് സൈഡ് പോയിട്ടേ ഈ വണ്ടി നമുക്ക് പിന്നെടുക്കാം. നമുക്ക് ഈ വണ്ടി പിന്നെടുക്കേണ്ടി വരും. ബീച്ച് സൈഡ് പോയിട്ട് ഈ വണ്ടി നമുക്കില്ലേ അവിടെ വെച്ചിട്ട് അവിടെ ഒരു ബോട്ട് നമുക്ക് എടുത്തിട്ട് എസ്കേപ്പ് ആവാം. ഈ വണ്ടി നമ്മൾ പിന്നെ കണ്ടോളാം. ഓക്കെ, നമുക്കതാ വയ്യ. വണ്ടി ഇടിച്ച് കംപ്ലൈന്റ് ഇല്ലല്ലേ? ഓവർ ഇതൊന്നും ആയിട്ടില്ല, ചെറുതായിട്ടായിട്ടുള്ളൂ. ഓക്കെ, 1 സ്റ്റാർ പോയി. അത്രേ ഉള്ളൂ. കുറച്ചേരം നിന്ന് കുറച്ചേരം പോയി. ഗൈസ്, വീണ്ടും 1 സ്റ്റാർ വീണേക്കുന്നു. ഓ ഗൈസ്, പണിയാണ് ഗൈസ്, നല്ല പണിയാണ്. നമ്മൾ ഫ്രണ്ടിൻ്റെ വീടെത്താനായപ്പോൾ 1 സ്റ്റാർ. നമുക്ക് അവനെ കൊടുക്കണ്ട ഗൈസ്. അവൻ നല്ലവനാണ്. ഞാൻ എസ്കേപ്പ് ആയാലും എനിക്ക് വല്ല ജോലി സെറ്റാക്കി തരും. അയ്യോ, ഇടിക്കില്ലേ? എൻ്റെ മോനെ, താറതിനെ കൊണ്ട് പിടിച്ചാൽ കിട്ടില്ലേ? താറ് സീനാണ്. താറതിനെ കൊണ്ടാ തോന്നുന്നത്. ഓർക്ക് അവളെ പിടിച്ചാൽ കിട്ടാത്ത സൂപ്പറാണെങ്കിൽ നോക്കേ വേണ്ട. നമ്മൾ സ്റ്റോപ്പ് ചെയ്തേ, ചമ്പിപ്പോയേ. നല്ല ചേസിങ് ഉണ്ട്. ആ വൈക്ക് വിട്ടേ. ബാലൻസ് കിട്ടി. എൻ്റെ മോനെ, താറനെ കൊണ്ട് മലകളിലൊക്കെ കയറി പോവാ.
ടോ 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 പണി കിട്ടി പണി കിട്ടി ഓടാണ് പണി കിട്ടി. രണ്ടാൾക്കാരെ കൊന്നു കഴിച്ചു. നമ്മൾ രണ്ടാൾക്കാരെ കൊന്നു കഴിച്ചു. ഇല്ല നമുക്ക് വേഗം പോവാം. നമ്മളിവിടെ നിന്നാൽ ഫുള്ളാപത്താ. ജയിലിൽ കിടന്ന് ഉണ്ടെന്നുണ്ടേ നല്ല പണിയാട്ടോ. ഒടുക്കത്തെ പണിയാ മോനെ. വണ്ടീൻ്റെ ഡോറൊക്കെ തുറന്നു പോയി. അത് ഒരാൾ ഇടിച്ചു പോയി. എന്തായാലും കേസ് നമുക്ക് ജയിലിൽ പോകേണ്ടി തോന്നുന്നു. വേണ്ട വേണ്ട, അമ്മക്ക് അതിന് വിട്ടു കൊടുക്കണ്ടേ. അമ്മക്ക് അതിന് വിട്ടു കൊടുക്കണ്ട. പോലീസുകാർ പോയോ? 1 സ്റ്റാർ പോയിട്ടുണ്ട്. 1 സ്റ്റാർ എവിടെ? പോലീസ് സ്റ്റേഷന്റെ മുട്ടിക്കോട്ടെ. നിർത്തല്ലേ. ഞാൻ പറഞ്ഞതാ കയ്യിൽ നിർത്തണ്ടാന്ന്. 1 സ്റ്റാർ വീണ്ടും. ഇതെന്ത് വിധി ഇത്? ഓടിച്ചപ്പോണ്ടെങ്കിൽ പോകണ്ടെന്ന് വിചാരിച്ചപ്പോൾ വന്നു. ഗൈസ് നിങ്ങൾ ലൈക്ക് അടിച്ചില്ല തോന്നുന്നു. അതാണ് എസ്കേപ്പ് ചെയ്യാൻ കഴിയാത്തത്. എത്ര പോലീസുകാരാ വൈത്താനം വരുന്നേ. 1 സ്റ്റാർ വീട്. അപ്പോൾ 5 സ്റ്റാർ വീട് എന്തായിരിക്കും അവസ്ഥ? ആടിക്കളിക്കുന്ന താറ് തോമനിക്ക് താറിൻ്റെ പ്രതീക്ഷയൊക്കെ പോകുന്നുണ്ട്. താറ് ആട്ടി കളിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ നേരത്തെ വെച്ച ഐഡിയ എടുക്കാൻ പോയേ. സാരില്ല, എന്തൊക്കെ വന്നാലും കുഴപ്പമില്ല. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഐഡിയ. ഇത് എത്രാമത്തെ കൊല്ലണോ? അവിടെ ഒരു ബോട്ട് കിടക്കുന്നത്. ഒറ്റൊരു ബോട്ട് വേണം. പോലീസുകാർക്ക് തിരിച്ച് നമ്മളെ കൂടെ വരാൻ കഴിയില്ല. നിൽക്കണം. നിർത്ത്. പോലീസുകാർ അവിടെ കണ്ടെടുക്ക്. ഓക്കെ കണ്ടെടുക്ക്. ചാവട. ഇവിടെ വണ്ടി എടുക്കടാ. പോടാ. അങ്ങോട്ടല്ലടാ. അങ്ങോട്ട് വിട്ടോ. ഒരു കുഴപ്പമില്ല, വിട്ടോ. 2 സ്റ്റാർ വിളീസ്. 2 സ്റ്റാർ സീതേ. വിട്ടോ. 1 സ്റ്റാർ എന്നായി. ഓക്കെ വിട്ടോ. ഒന്നും നോക്കണ്ട. വിട്ടോ. നേരെ വിട്ടോ. ബോട്ടോളത്തി മുങ്ങി. എടാ ബോട്ടോളത്തി മുങ്ങി. സാരില്ല ഗൈസ്. നമുക്ക് ഇനി ഇതിന് പ്രതികാരം ചോദിക്കണം ഗൈസ്. നമ്മളെ സാധനങ്ങളൊക്കെ പോലീസുകാർ കൊണ്ടുപോകും. അത് ഉറപ്പാ. അതിനി പ്രതികാരം ചോദിക്കണം ഗൈസ്. പിന്നെ ആ താറ്, അത് എനിക്ക് റിവഞ്ചിൻ്റെ ഭാഗമായിട്ട് എനിക്കത് എടുക്കണം. അടുത്ത എപ്പിസോഡിൽ ഗൈസ് നമുക്കത് എടുത്തേ പറ്റൂ. അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും അടുത്ത എപ്പിസോഡിന് വേണ്ടി ലൈക്ക് അടിച്ചോ. നമുക്കിപ്പോൾ ഒന്ന് കരയിലോട്ട് കയറാം. ഓലി വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഇപ്പോൾ ചത്തത്. കാരണം ബോട്ട് മുങ്ങിയില്ലേ. പക്ഷെ അവർക്കറിയാത്തൊരു കാര്യമുണ്ട്, നമ്മൾ ചത്തിട്ടില്ല. കാണിച്ചോണ്ട് ഗൈസ്. ഓക്കെ, 2 റിവഞ്ച് നമുക്ക് ബാക്കിയുണ്ട്. നമ്മളെ സാധനങ്ങളൊക്കെ ഇനി നമുക്ക് തിരിച്ച് പിടിക്കണം. പിന്നെ നമ്മളെ ആ താറ് അതൊരു ദിവസം ഞാൻ എടുക്കും. ഇടക്കും ഗൈസ്. ഓക്കെ, പോലീസുകാരൻ്റെ സ്റ്റാർ പോയിട്ടില്ല. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ആ സ്റ്റാർ പോയി. ബാക്കി കാണിച്ചുകൊണ്ട് ഗൈസ്. ഓക്കെ, വേഗം പോ. നമുക്ക് ഇനി മുതൽ അങ്ങോട്ട് ഫൈറ്റാ ഗൈസ്. പിന്നെ എന്താ മെസ്സേജ് വന്നേ? നമുക്ക് കരയിൽ കയറി നോക്കാം. ഫോണൊക്കെ മുങ്ങി. എന്താ മെസ്സേജ് വന്നേ ഗൈസ്? നമ്മളിൽ ഇപ്പോൾ ഒരു പൈസ പോലും ഇല്ല. അതൊക്കെ പോലീസുകാർ കൊണ്ടുപോയി. 5 മിനിറ്റ് കൊണ്ട് ഇത്രയും സംഭവങ്ങൾ സംഭവിച്ചോ?
ഇതിനൊക്കെ തിരിച്ചടി കൊടുക്കണം ഗൈസ്. തിരിച്ചടി കൊടുത്തേ പറ്റൂ. ആ ബോട്ടും മുങ്ങി, ഇത് നമ്മളെ സംഭവങ്ങളും വീടും എല്ലാം പോയി, പേശയും കൊണ്ടുപോയി. അപ്പോൾ ഇതിന് മറുപടി കൊടുക്കണം. അപ്പോൾ വീഡിയോൻ്റെ പാർട്ട് 2 തന്നെ കാണിക്കുക ഗൈസ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുന്നുണ്ട്, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് തരാം. നമ്മളെ അടുത്ത വീഡിയോക്ക് വേണ്ടി എല്ലാവരും ലൈക്ക് അടിച്ചു തുടങ്ങിക്കോ. നമ്മളെ അടുത്ത വീഡിയോ വരെ ബൈ ബൈ.